പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപട്യത്തിന്മേൽ ഭാരതത്തിന്റെ നയതന്ത്ര വിജയത്തിന്റെ ചരിത്ര നിമിഷമാണ്. 41 വർഷമായി കാനഡ മൂടിവെച്ച ആ വലിയ രഹസ്യം ഒടുവിൽ അവർ പരസ്യമാക്കിയിരിക്കുകയാണ്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് മുൻപ് ലോകം കണ്ട ഏറ്റവും വലിയ വിമാന ഭീകരാക്രമണമായിരുന്നു 1985 എയർ ഇന്ത്യ ഏംബർ കനിഷ്ക ദുരന്തം. 329 പേരുടെ ജീവനെടുത്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ വിമാനത്തിന്റെ ലഗേജ് അറയിൽ ബോംബ് വെച്ച ബബ്ബർ ഖൽസ എന്ന കാനഡ ആസ്ഥാനമായിട്ടുള്ള ഖാലിസ്ഥാൻ ഗ്രൂപ്പാണെന്ന് CSIS ആദ്യമായി ഔദ്യോഗികമായി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. പഴയ ഇന്ത്യയെ പോലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ അവഗണനയ്ക്ക് മുന്നിൽ നിശബ്ദരായിരിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ സംഭവം. പുതിയ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ കാനഡയ്ക്ക് ഇന്ന് തലകുനിക്കേണ്ടി വന്നിരിക്കുന്നു. 4 പതിറ്റാണ്ടിലേറെയായി കാനഡ ഈ സത്യം ലോകത്തിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 268 പേരും കനേഡിയൻ പൗരന്മാരായിരുന്നിട്ടും അതൊരു ഇന്ത്യൻ പ്രശ്നമായി മാത്രം തള്ളിക്കളഞ്ഞ കനേഡിയൻ ഭരണകൂടത്തിന്റെ വംശീയ അലംഭാവത്തിന്റെ ഇന്ത്യ വിരുദ്ധതയുടെ മറയാണ് ഇന്ന് പൊളിഞ്ഞു വീഴുന്നത്. CSIS-ഉം കനേഡിയൻ പോലീസും തമ്മിലുള്ള പോരിൽ നിർണായക വയർ ടാപ്പ് തെളിവുകൾ നശിപ്പിച്ച കാനഡ ബബ്ബർ ഖൽസ നേതാവ് തൽവീന്ദർ സിംഗ് പർമറിനും കൂട്ടർക്കും അന്ന് കുടപിടിച്ചു. സാക്ഷികളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയതുൾപ്പെടെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. 2010 മുൻ കാനേഡിയൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ ഈ സുരക്ഷാ വീഴ്ചകളിൽ മാപ്പ് പറഞ്ഞപ്പോഴും ഭീകരരുടെ പേര് പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് ഖാലിസ്ഥാൻവാദികളുടെ ആഗോള സ്വീകാര്യതയ്ക്കുള്ള അവസാന ആണിയാണ് കാനഡയുടെ മണ്ണിൽ വെച്ച് തന്നെ ഇന്ത്യ അടിച്ചിരിക്കുന്നത്. 1970-കളിൽ പഞ്ചാബിൽ ഉടലെടുത്ത് പിന്നീട് ഇന്ത്യയിൽ പൂർണ്ണമായും നാമാവശേഷമായ ഈ ഭീകരവാദം പക്ഷേ കാനഡയിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും തഴച്ചു വളരുകയായിരുന്നു. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്താണ് ഇവർക്ക് ഏറ്റവും വലിയ സുരക്ഷിത താവളം കാനഡയിൽ ലഭിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന വ്യാജേന കനേഡിയൻ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും ഉപയോഗപ്പെടുത്തി ഫണ്ട് ശേഖരിക്കാനും ആ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ കൊലപാതകങ്ങളും മനുഷ്യക്കടത്തും സംഘടിത കുറ്റകൃത്യങ്ങളും നടത്താൻ ഇവർക്ക് സാധിച്ചു. എന്നാൽ 2025-ൽ അധികാരത്തിലേറിയ പുതിയ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് ആ പഴയ നയതന്ത്ര ശൂന്യത തുടരാൻ കഴിയില്ലെന്ന് വ്യക്തമായി. അതിവേഗം വളരുന്ന ആഗോള സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുമായി ഇടഞ്ഞാൽ അത് കാനഡയുടെ പതനത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ മാർക്ക് കാർണി ഒടുവിൽ ഇന്ത്യയോട് കീഴടങ്ങുകയായിരുന്നു. തങ്ങളുടെ മണ്ണിലിരുന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഈ ഖാലിസ്ഥാൻ ശൃംഖലയെ ദേശീയ സുരക്ഷാ ഭീഷണിയായി കാനഡയുടെ ഔദ്യോഗിക ഏജൻസി തന്നെ പ്രഖ്യാപിച്ചത് ന്യൂഡൽഹിയുടെ വൻ നയതന്ത്ര വിഷയമാണ്. ഞങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഭീകരവാദികളെയും അവരെ സംരക്ഷിക്കുന്ന പാശ്ചാത്യ ശക്തികളെയും വെറുതെ വിടില്ലെന്ന നവഭാരതത്തിന്റെ ശക്തമായ താക്കീത് കൂടിയാണിത്. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ഇനി ലോകത്തെവിടെയും സുരക്ഷിത താവളങ്ങൾ ഉണ്ടാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് പുതിയ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.